റൈഡിങ്ങിൽ വണ്ടി ഓഫായി പോയതാണ് അതോ അല്ല, രാവിലെ എടുത്തപ്പോൾ വണ്ടി ഓൺ ആവണില്ല. ഓടിച്ച് ചേട്ടൻ കൊണ്ട് വെച്ചു. ബാറ്ററിയിൽ ചാർജ് എത്ര ശതമാനം ഉണ്ടായിരുന്നു? ചാർജ് എബോവ് 60 ഉണ്ടായിരുന്നു. 60 ഉണ്ടായിരുന്നു. രാവിലെ എടുത്ത് നോക്കിയപ്പോൾ വണ്ടി ഓൺ ആവണില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ അവരൊന്ന് ബാറ്ററി ഇഷ്യൂ ആകാൻ ചാൻസ് എന്താ പറഞ്ഞത്, അത് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഇവ കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് ഡിലേ ഒഴിവാക്കാം. കാര്യം ആ സമയത്ത് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ബാറ്ററി ഇഷ്യൂ എന്ന് മനസ്സിലായി അപ്പോൾ തന്നെ റിപ്പോർട്ട് വെച്ചിരുന്നെങ്കിൽ എന്നോട് 2 ആഴ്ച സാറേ സാധനം വരെ 2 ആഴ്ച പിടിക്കോട്ടാന്ന് പറഞ്ഞു. എന്തായാലും ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താണ് അവിടെ കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് അപ്പോൾ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വന്ന സ്റ്റോക്കിനകത്ത് വണ്ടി വന്നാലേ. നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പഴയ വണ്ടി ഇരിപ്പുണ്ട്. ഈ പഴയ വണ്ടികൾ ബാറ്ററി ഇഷ്യൂ MC-യുടെ ഇഷ്യൂ നിങ്ങൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടല്ലേ ഇവിടെ കൊണ്ട് നോക്കണം അതിൻ്റെ ഇഷ്യൂ ആണെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഇത്ര ഡിലേ വരും. ഇതിപ്പോൾ നിങ്ങൾ എന്നെടുക്കാൻ ഉദ്ദേശിച്ചാണ് പഴയ വണ്ടികൾ സ്റ്റോക്ക് 7 മാസം 8 മാസമുള്ള വണ്ടികൾ എടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ. ഈ ഇരിക്കുന്ന ഓരോ വണ്ടി ഓരോ വ്യക്തികളുടെ അല്ലേ ഓരോ വ്യക്തി. അപ്പം നിങ്ങൾ ഈ ഡിലേ വന്നിരിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്നാണ്. ഇപ്പം തന്നെ ഞാൻ ചേട്ടനോട് സംസാരിക്കാൻ എത്ര സമയം എടുത്തു അല്ലേ? എനിക്ക് വേണം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്തായി ഞാൻ ഇവിടെ വന്ന് നിൽക്കണം നിങ്ങളോടൊന്ന് സംസാരിക്കാം അല്ലേ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഒറ്റയ്ക്കൊക്കെ നിങ്ങളുടെ ഇഷ്യൂ ആണ്. അതൊക്കെ നിങ്ങൾ വേറെ സ്റ്റാഫ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അക്ഷയ് ഇല്ല, വിഷ്ണു ഇല്ല എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്യൂസ് അല്ലേ? സ്റ്റാഫ് കുറവാണ് എന്താണെങ്കിലും. ചേട്ടാ ഞാൻ പറയാം, അതായത് ഇതിൻ്റെ ഇനി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബാറ്ററി ബൂസ്റ്റ് ചെയ്യണം. ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ BMS ആണോ അല്ലെങ്കിൽ ബാറ്ററി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 7 ദിവസമായി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ആരും ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്നെ പറഞ്ഞു വിട്ടല്ലോ രാവിലെ ഇതൊന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നാണ് അന്വേഷിച്ചു. അപ്പോൾ ടെക്നീഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടല്ലോ. ഓക്കെ. പക്ഷേ എന്തായാലും വന്ന ആ 2 ദിവസം നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പം ഒരു ദിവസം ഞങ്ങൾ 3 വണ്ടി വെച്ച് പഴയ വണ്ടി 7 മാസം മുമ്പുള്ള വണ്ടിയല്ല ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത്. 7 മാസം 8 മാസം മുമ്പുള്ള വണ്ടികളല്ല ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പിന്നെ നിങ്ങൾ ഈ കമ്മിറ്റ് ചെയ്തെന്തിനാ 25 എടുക്കുമെന്ന് കമ്മിറ്റ് ചെയ്തെന്തിനാ? ഓല സ്റ്റാഫ് കമ്മിറ്റ് ചെയ്തെന്തിനാ? ചേട്ടല്ല, എനിക്കിത് ഇങ്ങനെ ഇരുന്ന് ഇതിപ്പോൾ ബാറ്ററി ബൂസ്റ്റ് എന്ന് പറയണം. അല്ലെങ്കിൽ ഇരുന്നിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ വേറെ ഉണ്ട്. മഴയും കൊണ്ട് ഞാൻ ഒരു ഇതുപോലും കൊള്ളിക്കാണ്ട് മഴയും കൊള്ളിക്കാണ്ട് വീടിൻ്റെ അകത്തേറ്റ് വെക്കണ വണ്ടിയാണ്. ഇവിടെ ഇരിക്കണ സങ്കടം തന്നെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ 10 ദിവസം കഴിഞ്ഞ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് എടുക്കുള്ളൂ. ഓക്കെ സമ്മതിച്ചു. ഈ 20 ദിവസം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ട് പാർട്സ് വന്നെങ്കിൽ എത്ര ആൾ വെയിറ്റ് ചെയ്യണം? 7 മാസം മുമ്പുള്ള വണ്ടിയുടെ പാർട്സ് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 20 ദിവസം കഴിഞ്ഞുള്ള വണ്ടി നിങ്ങളുടെ റിപ്പോർട്ട് അവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് ചെക്ക് ചെയ്ത് പാർട്സ് ബാറ്ററി കംപ്ലൈൻറ്റ് ബാറ്ററി വരെ എത്ര ആൾ വെയിറ്റ് ചെയ്യണം? ഇവിടെ വന്നാൽ എല്ലാ കാര്യത്തിനും ഡിലേ ആണ്. വണ്ടി കൊണ്ടുവന്ന് വെച്ചതിന് ഡിലേ. അപ്പോൾ വെക്കാൻ കൊണ്ടുവന്നപ്പോൾ ആൾ വന്ന് നോക്കാണ്ടില്ലേ. അതിനുശേഷം ടിക്കറ്റ് റൈസ് ചെയ്യാണ്ടില്ലേ. അതിനുശേഷം ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങളുടെ പുറകെ ഈ പട്ടി ഇറച്ചി കടസിൻ്റെ പുറകെ നടക്കണ പോലെ ഇങ്ങനെ നടക്കണേ ഞങ്ങൾ ഓരോ പ്രാവശ്യവും. ഞാൻ എത്ര കുറേ നേരം അകത്ത് വന്ന്